വിശദമായ വാർത്തകളിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ എടുത്ത കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ നടപടികളിലേക്ക്. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കും. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചേക്കും. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ എടുത്ത കേസിൽ ക്രൈംബ്രാഞ്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ്. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് എപ്പോഴായിരിക്കും മൊഴി രേഖപ്പെടുത്തുക? കൂടുതൽ വിശദാംശങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഈ ആരോപണം ഉയർത്തി വന്ന സ്ത്രീകൾ ആരും തന്നെ നേരിട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതേ തുടർന്ന് രാഹുലിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കൂടിയാലോചനകൾക്കും നിയമോപദേശങ്ങൾക്കുമൊക്കെ പിന്നാലെ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി വൈകിട്ടോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കും എന്നുള്ള വാർത്ത പുറത്തു വരികയായിരുന്നു. എന്തായാലും കേസിൽ കൂടുതൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരിട്ട് ആരുടെയും പരാതി ലഭിക്കാത്തതിനാൽ നിലവിൽ ഇപ്പോൾ ഈ ആരോപണങ്ങൾ കേട്ട് അതിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരാതി നൽകിയവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തും. തിരുവനന്തപുരത്തും അതുപോലെ തന്നെ എറണാകുളത്തുമൊക്കെ ജില്ലാ പോലീസ് മേധാവിക്കും പിന്നീട് മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിട്ട് കണ്ട തരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ആ പരാതിയിൽ പറയുന്ന ആരോപണം നടത്തിയവരെ സമീപിച്ച് അവരുടെ മൊഴിയും രാഹുലിനെതിരെ അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്നുള്ളതും സംബന്ധിച്ചുള്ള അന്വേഷണവും നടത്തും. അത്തരത്തിലുള്ള പരാതികൾ ലഭിച്ചാൽ മാത്രമേ ഈ കേസിൽ കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നിലവിലിപ്പോൾ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക സംഘത്തെ രൂപീകരിക്കാനുള്ള ആലോചനയും ചർച്ചയും ഒക്കെ നടക്കുന്നുണ്ട്. നിലവിൽ അറിയുന്നത് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ആരോപണം ഉയർത്തിയ സ്ത്രീകളുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനും അവർക്ക് രാഹുലിനെതിരെ എന്തെങ്കിലും കേസുണ്ടോ എന്ന് സംബന്ധിച്ചുമൊക്കെ കൂടുതൽ നടപടികളിലേക്ക് കടക്കും. അങ്ങനെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം മൊഴികൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാഹുലിനെതിരെ ആരോപണങ്ങൾ മാത്രമാണ് ഉള്ളത്. ആരും നേരിട്ട് വന്ന് പരാതി പറഞ്ഞിട്ടില്ല. കേസ് ഇതുവരെയും രാഹുലിനെതിരെ ഇല്ല എന്നുള്ളതിലായിരുന്നു കോൺഗ്രസ് ഇത്രയും ദിവസം പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നത്. അത് അവസാനിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തനിയും തനിക്കെതിരെ ആരെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോയാൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഈ അവന്തിക ഉയർത്തിയ ആരോപണങ്ങളിൽ മേൽ വിശദീകരണം നൽകി രാഹുൽ വന്നതിന് ശേഷം പിന്നീട് രാഹുൽ മാറി കാണുകയോ പ്രതികരണം നടത്തുകയോ ഉയർന്നു വന്ന മറ്റ് ആരോപണങ്ങളിൽ വിശദീകരണം നൽകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള സൂചനയുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരത്തിൽ കാണുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുണ്ടായില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ട് ഉയർന്നു വന്ന ആരോപണങ്ങളിലോ അല്ലെങ്കിൽ ഈ കേസിലോ അടക്കം രാഹുലിന്റേതായിട്ടുള്ള ഒരു പക്ഷം പ്രതികരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അടൂരിലെ വീട്ടിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും തുടരുന്നത്. അതേസമയം രാഹുലിന്റെ MLA സ്ഥാന വിഷയത്തിൽ KPCC കഴിഞ്ഞ ദിവസം ഒരു ഉറച്ച നിലപാട് അറിയിച്ചു കഴിഞ്ഞു. MLA സ്ഥാനം രാജിവെക്കണമെന്ന് രാഹുലിനോട് പാർട്ടി ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഇനി രാഹുലുമായിട്ട് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. MLA സ്ഥാനം രാജിവെക്കണമോ തുടരണമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ആലോചിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പാർട്ടി മത്സരിക്കാനുള്ള ഒരവസരം മാത്രമാണ് നൽകിയത്. അത് ജനങ്ങളാണ് MLA ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചത് എന്നുള്ളതാണ് പാർട്ടി നിലപാട്. അതുകൊണ്ട് MLA സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുക തന്നെ ചെയ്യും. എതിരെ രാഹുലിനെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമുള്ള ഇടത് വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ അത് ഓരോ ദിവസവും കൂടുതൽ ശക്തമായി തുടരുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുലിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഗൗരവതരമായിട്ട് തന്നെ ഈ വിഷയത്തെ പോലീസ് സമീപിക്കുന്നു, അന്വേഷണം നടത്തുന്നു. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു എന്നുള്ള വകുപ്പുകളിലാണ് രാഹുലിനെതിരെ നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലിനി ലഭിക്കുന്ന മൊഴികളുടെയും കൂടുതൽ പരാതികൾ ലഭിച്ചാൽ അതിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും മുന്നോട്ട് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവുമായിട്ട് പോകാൻ കഴിയുക. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ എടുത്ത കേസിലാണ് ക്രൈംബ്രാഞ്ച് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നത്. ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് മൊഴിയെടുക്കാനാണ് തീരുമാനം. കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചേക്കും. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.